നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പഴയ മണ്ണും പുതുതലമുറയും. നമ്മൾ പുതിയൊരു അതിഥിയെ ഇന്ന് പരിചയപ്പെടുകയാണ്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ രണ്ടാംകടവ് പഞ്ചായത്ത് മെമ്പറും അതേപോലെ പൊതുപ്രവർത്തനവുമായ നമുക്ക് PC ജോസിയേട്ടനെയാണ് നമ്മളിപ്പം പരിചയപ്പെടുന്നത്. ജോസിയേട്ടാ നമസ്കാരം. നമസ്കാരം. ജോസിയേട്ടനെ നമുക്ക് ആദ്യം നമ്മുടെ ചാനലിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോസ്, PC ജോസ് എന്നാണ് അറിയപ്പെടുന്നത്. ജോസ് പുതുപ്പറമ്പിൽ. ഞാനിവിടെ ഏകദേശം 50 വർഷം പിന്നിട്ട കുടിയേറ്റക്കാരനാണ്. 50 വർഷമായി കൃഷിയും പൊതുപ്രവർത്തനവുമായിട്ട് അങ്ങനെ ജീവിച്ചു വരുന്ന ആളാണ്. ഏതായാലും എന്നെ തേടി നിങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പഴയകാല ചരിത്രം, നമ്മുടെ പഴയ മണ്ണും പുതുതലമുറയും എന്ന ഈ ഇതില് ആദ്യകാലത്തെ കുറച്ചൊന്ന് വിവരിക്കാൻ പറ്റുമോ? അയ്യങ്കുന്നിലേക്ക് ആദ്യം വന്നതും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒന്ന് തീർച്ചയായിട്ടും വിവരിക്കാം. ഞാൻ കണ്ണൂർ ജില്ലയുടെ മറ്റൊരു മലയോര മേഖലയായിരുന്ന തളിപ്പറമ്പ് താലൂക്കിലെ ആലക്കോടിനടുത്ത ഉദയഗിരി പഞ്ചായത്തിൽ മണക്കടവ് എന്ന സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ കൃഷി കാര്യങ്ങളിലേക്ക് ഉള്ളതിനൊക്കെ കൂടുതൽ ശ്രദ്ധ പൊതുരംഗത്തേക്ക് ചെലുത്തുകയുണ്ടായി. അപ്പം എൻ്റെ പിതാവ് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൃഷിയിൽ കൂടുതൽ സജീവമാകാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷെ എനിക്ക് നാട്ടിൻ്റെ വികസനമാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നത്. തുടരെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നതിന് എൻ്റെ പിതാവ് എതിരായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എപ്പോഴുമുള്ള വിലക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വതന്ത്രമായ ഒരു സ്ഥലം തേടിയാണ് ഞാൻ അയ്യങ്കുന്ന് ഈ മലപ്രദേശത്ത് എത്തിച്ചേരുന്നത്. ഏത് വർഷമാണ്? 73. ഇവിടെയൊക്കെ ആൾക്കാരെല്ലാം അന്ന് ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷെ അന്നേക്ക് ആ സമയത്ത് ഇങ്ങോട്ട് കടന്നു വരണമെങ്കിൽ നമുക്ക് ഈ പ്രദേശം ഉൾപ്പെടുന്ന ആറളം പഞ്ചായത്തിന്റെ ഭാഗമാണ് അന്നിവിടെ. ഈ ആറളം പഞ്ചായത്തിൽ നിന്ന് അയ്യങ്കുന്ന് ഉൾപ്പെടുന്ന ആറളം പഞ്ചായത്തിന്റെ ഏത് ഭാഗത്തേക്ക് കടന്നു വരണമെങ്കിലും അന്ന് വാഹനങ്ങളില്ല, റോഡില്ല, സഞ്ചാര സൗകര്യങ്ങളൊന്നുമില്ല. അതായത് നമ്മളൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്നത് വള്ളിത്തോട്ടിൽ നിന്ന് തോണി കടന്ന് കാൽനടയായി വരുന്ന വഴിക്കുള്ള തോടിന് മുഴുവൻ കുറുകെയുള്ള നടപ്പാലങ്ങളാണ്. ആ പാലങ്ങൾ കടന്ന് ഈ 10-12 കിലോമീറ്റർ കാൽനടയായിട്ടാണ് ഈ മലപ്രദേശത്ത് വന്നിരുന്നത്. ഇവിടെ വരുമ്പോൾ ഈ കാടും മേടും വന്യമൃഗങ്ങളും കോടയും വല്ലാത്തൊരു കാലാവസ്ഥ. വന്നും പോയി തിരിച്ചു പോകാനും വര എന്നുള്ളൊരവസ്ഥയായി. അങ്ങനെയാണ് ഇവിടെ ആദ്യ കാലഘട്ടത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. വളരെ ശ്രമകരമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യവും ഒരു ഭാഗത്ത്, കാലാവസ്ഥയും പ്രതികൂലമായിരുന്നു. മഴക്കാലങ്ങളിൽ വല്ലാത്ത മഴയും കോടയും, അത് കഴിയുമ്പോൾ കാറ്റും, അങ്ങനെയൊക്കെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു. അതിനോടെല്ലാം പടവെട്ടിയാണ് ഇവിടെ അതിജീവിച്ച് ഇന്ന് ഇവിടെ എത്തിപ്പെട്ടത്. ഈ രണ്ടാംകടവ് സ്കൂള്, പള്ളികളെ കുറിച്ചൊക്കെ? രണ്ടാംകടവിൽ ഞാൻ വരുന്ന കാലത്ത് കളിതട്ടുംപാറ ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ ഞായറാഴ്ച കുർബാനയുണ്ട്. അങ്ങാടിക്കടവിൽ അച്ഛൻ വന്നിട്ട് ഞായറാഴ്ച കുർബാന ചെല്ലുമായിരുന്നു. അങ്ങനെയായിരുന്നു സ്ഥിതി ഉണ്ടായിരുന്നത്. അപ്പൊ ആ സ്കൂള്, ആ പള്ളി രണ്ടാംകടവിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ആലോചന ആദ്യം വെച്ചു. ആദ്യം വെക്കുമ്പോൾ അന്നത്തെ വികാരിയച്ഛൻ ഫാദർ ജോസ് മണിമലത്തറപ്പൻ അദ്ദേഹത്തോട് ഈ വിശാലമായ രണ്ടാംകടവിന്റെ ഒരു കോണിലാണ് ഈ കളിതട്ടുംപാറ സ്കൂളുണ്ടായിരുന്നത്. അത് ഈ പ്രദേശത്തിന്റെ സെൻട്രലിലേക്ക്, ഹൃദയഭാഗത്തേക്ക് മാറ്റുന്നതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞ അച്ഛൻ ഒരു പൊതുയോഗം വിളിക്കും, നമുക്ക് ആലോചിക്കാം അല്ലോ. അങ്ങനെ അച്ഛൻ പൊതുയോഗം വിളിക്കാൻ തയ്യാറായി. പൊതുയോഗം കളിതട്ടുംപാറ ഉണ്ടായിരുന്ന ആ സ്കൂൾ കെട്ടിടത്തിൽ ഞായറാഴ്ച കുർബാന നടക്കുന്ന അവിടുത്തെ തന്നെ പൊതുയോഗം ചേർന്നു. അപ്പോൾ എവിടെ സ്ഥലം കണ്ടെത്തും, എങ്ങനെ പള്ളി പണിയും എന്നുള്ള ചർച്ച ഉണ്ടായി. നിങ്ങൾ എന്നോടായിട്ട് പറഞ്ഞു, സൗകര്യപ്രദമായ സ്ഥലത്ത് സ്ഥലവും കണ്ടെത്തി കെട്ടിടവും പണിയാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഹകരിക്കാവുന്ന ആ പ്രദേശത്തെ ആളുകൾ പറഞ്ഞു. അങ്ങനെ ഒരു സമവായത്തിലെത്തി. സമവായത്തിലെത്തിയതിന് ശേഷം അന്ന് തന്നെ രാത്രിയിൽ അച്ഛൻ
നേതൃത്വത്തിൽ തോട്ടത്തിൽ കുട്ടപ്പൻ ചേട്ടൻ, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന തോട്ടത്തിൽ കുട്ടപ്പൻ ചേട്ടൻ, മണിയമ്പാറ ജോർജ് ചേട്ടൻ, ഇവരെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു. ഇങ്ങനെ നമുക്കൊരു സൗകര്യം കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾ സൗകര്യപ്രദമായ രണ്ടാംകടയിൽ പള്ളി പണിയാനുള്ള സ്ഥലം സംഭാവനയായി നൽകാമെങ്കിൽ ഇവിടെ പള്ളി സ്ഥാപിക്കാൻ കഴിയും, സഹായിക്കാമോ എന്ന് ചോദിച്ചു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ആ അഭ്യർത്ഥന സ്വീകരിക്കുകയും ആ പള്ളിക്ക് സ്ഥലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ ആ പ്രദേശത്ത് പൊതുയോഗം ചേർന്ന് ഉടൻ തന്നെ പണി ആരംഭിക്കാൻ തീരുമാനിച്ചു. അന്ന് തൂമ്പായും മറ്റ് പണിയായുധങ്ങളുമായി കിളച്ച് തറ വലിച്ച് ഞവരിയുണ്ട്, ഇന്ന പോലെ JCB കാര്യങ്ങളൊന്നുമില്ല, ഞവരിയിട്ട് വലിച്ച് ആ തറ ലെവലാക്കി അവിടെ താൽക്കാലികമായ കെട്ടിടം പണിത് 15 ദിവസത്തിന് ശേഷം, ഈ പൊതുയോഗം ചേർന്നതിന് 15ാമത്തെ ദിവസം ഈ സ്ഥലത്ത് കുർബാന ചൊല്ലി എന്നുള്ളതാണ്. അങ്ങനെ അവിടെ കുർബാന ചൊല്ലി പിന്നീട് മണിമലത്തറപ്പിൽ അച്ഛനും പിന്നീടുള്ള അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഇടവക ജനത്തിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ആ പള്ളി, ആ ദേവാലയം ഈ തരത്തിൽ ഉയർന്നു നിൽക്കുന്നത്. അത് രണ്ടാം കടവിന്റെ ചരിത്രം മാറ്റി എഴുതിയ ഒരു സംഭവമായിരുന്നു. വളരെ പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു. നാട്ടുകാരൊക്കെ തൊഴിൽ തേടി പുറത്തു പോകുന്ന ഒരു സാഹചര്യം അന്നുകൊണ്ടായിരുന്നു. ഈ പള്ളി വന്നതിന് ശേഷം ഈ തലശ്ശേരി സോഷ്യൽ സർവീസ് സെന്റർ TSSന്റെ നേതൃത്വത്തിൽ അന്ന് ജോസഫ് മടക്കശ്ശേരി എന്ന് പറയുന്ന അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാം കടവിലേക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുകയുണ്ടായി. ഭക്ഷ്യവസ്തുക്കളായി മറ്റു പല കാര്യങ്ങളായിട്ട് ഒട്ടേറെ സഹായങ്ങൾ ലഭിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ വലിയൊരു ഒരു കൈത്താങ്ങായി ആ TSSന്റെ സഹായമൊക്കെ. അങ്ങനെ വന്ന് അതിലൂടെ ചെറിയ ചെറിയ കൃഷി, കാപ്പി കൃഷി, ഇഞ്ചി കൃഷി, പശു വളർത്തൽ, എരുമ വളർത്തൽ മുതലായ കാര്യങ്ങൾക്ക് ഈ TSSന്റെ സഹായം ലഭിച്ചു. ഇന്നിപ്പോൾ രണ്ടാം കടവിൽ ആ പോസ്റ്റ് ഓഫീസിലിരിക്കുന്ന കെട്ടിടം ഈ സാധനങ്ങൾ, ധാന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പണിതാണ്. അവിടെ കൊണ്ട് ആ കെട്ടിടം നിറച്ച് നുറുക്കുഗോതമ്പ്, പാൽപ്പൊടി, മീൻപൊടി, മറ്റ് പല കാര്യങ്ങളും സ്റ്റോക്ക് ചെയ്ത ആളുകൾക്ക് മാസം തോറും കൊടുത്ത് അവരെ കൃഷിയിലേക്ക് കാലുറപ്പിക്കാനും പിടിച്ചു നിൽക്കാനും പ്രാപ്തമാക്കി. അങ്ങനെ അതിലൂടെ മാറി മാറി വന്ന് പിന്നീട് തോട്ടം കൃഷി അങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു വന്നതാണ് ഈ പ്രദേശം. ആ പള്ളിയും ഇത്തരം സേവനങ്ങൾ വലിയ ഒരു കൈത്താങ്ങായി, ഒരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. അത് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് അന്നത്തെ വികാരിയച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഈ സ്ഥലം തന്ന തോട്ടത്തിൽ കുട്ടപ്പൻ ചേട്ടനും ജോർജ് ചേട്ടനും മരിച്ചുപോയി. എന്നാൽ അവരുടെയൊക്കെ സേവനം വളരെ വിലമതിക്കാത്തതാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. ഈ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എത്ര കാലമായി? പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 50 വർഷം പിന്നിട്ടു. 50 വർഷം എന്ന് വെച്ചാൽ അന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടുന്ന് കാട്ടിലെ മരം കടത്തിക്കൊണ്ട് പോകാൻ ഉണ്ടാക്കിയ കൂപ്പ് റോഡല്ലാതെ മറ്റ് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഈ മേഖലയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും നടക്കും. രോഗികളെയൊക്കെ ആണെങ്കിൽ തുണിക്കസേര, ചാരുകസേര കടത്തി 4 പേര് വീതം മാറി മാറി തോളിലേറ്റി വള്ളിത്തോട്ട് ചെന്ന് തോണി കടത്തി അക്കരെ കയറ്റിയിട്ട് ഒരു ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം. എല്ലാവരും നടപ്പ്. ഈ മലമുകളിലൊക്കെ കൃഷി ചെയ്യുന്ന വാഴക്കൊല, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തലച്ചുമടായി വള്ളിത്തോട്ടി കൊണ്ട് വിറ്റ് അവിടുന്ന് അരി സാധനങ്ങൾ തലച്ചുമടായി വാങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ കാലമായിട്ടുള്ള ആലോചന നടക്കുകയാണ്. ഞാൻ അംഗമായ കോൺഗ്രസ് പാർട്ടിയിൽ ഈ അന്ന് ആറളം മണ്ഡലം പ്രസിഡന്റായിരുന്ന ഈഴപ്പറമ്പിൽ കുഞ്ഞപ്പേട്ടൻ, ഈഴപ്പറമ്പിൽ ജോസഫ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോളിക്കടവിൽ പാലത്തിന് വേണ്ടി ഒരു വലിയ പരിശ്രമം നടത്തുകയുണ്ടായി. കോളിക്കടവിൽ പാലത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് പോയി കളക്ടറേറ്റിൽ ധർണ ചെയ്ത് മുദ്രാവാക്യം വിളിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അന്ന് ആ ധർണ ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റായിരുന്ന ശ്രീ SR ആന്റണിയാണ്. കുഞ്ഞപ്പൻ നേതൃത്വത്തിലുള്ള ഈ പരിപാടി. അന്നത്തെ ഒരു സ്വപ്നം നമ്മുടെ പടിക്കൽ റോഡ്, പാലം, വൈദ്യുതി എന്നൊന്നുമല്ല, കോളിക്കടവ് പാലം. മഴക്കാലത്ത് ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, ഈ തോണി കടക്കാതെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു പാലം എന്നുള്ളതാണ് അന്നത്തെ സ്വപ്നം ഉണ്ടായിരുന്നത്. ഏതായാലും അത് പിന്നീട് ശ്രീ നൂറുദ്ദീൻ ഇവിടെ 77-ൽ MLA ആയി വന്നതോടുകൂടി ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. വലിയ സംഭവമായി. അങ്ങനെ മാടത്തിൽ കീപ്പള്ളി റോഡ് വന്നു. എടൂർ, കൊട്ടുകപ്പാറ, കരിക്കോട്ടക്കരി, ഈന്തങ്കരി, അങ്ങാടിക്കടവ്, വാണിയപ്പാറ, രണ്ടാം കടവ് എന്നൊരു റോഡ് വന്നു. എടൂർ കമ്പനി നിരത്ത്, ആനപ്പന്തി, അങ്ങാടിക്കടവ്, ചരൽ, വളവുപാറ എന്നിങ്ങനെ മറ്റൊരു റോഡ്, അത് MLA റോഡ്, അങ്ങനെ 2 റോഡ് വന്നു.
ഇങ്ങനെ റോഡൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ പ്രദേശത്ത് വള്ളിത്തോട് വഴിയുള്ള യാത്ര ഒഴിവായി എല്ലാവരും വാഹനത്തിൽ എടൂർ ചെന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി സാധിച്ചു. ഞാൻ പറഞ്ഞ ഈ എടൂർ കൊട്ടുകപ്പാറ കരിക്കോട്ടക്കരി ഈന്തങ്കരി രണ്ടാം കടവ് റോഡിൽ പാലങ്ങളില്ല, റോഡ് മാത്രമേ ഉള്ളൂ, പാലങ്ങളില്ല. അത് ഈ പട്ടികവർഗ കോളനി SC ST കോളനികളെ പരസ്പരം ബന്ധിപ്പിച്ച് SC ST റോഡ് എന്ന പേരിലാണ് ആദ്യം തുടക്കം കുറിക്കുന്നത്. അത് പിന്നെ SC ST വിഭാഗം ജനങ്ങൾ പകുതിക്ക് മേലെ എബോവ് 50 ഉണ്ടെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഒരു കേന്ദ്ര നിർദ്ദേശം വന്നു കഴിഞ്ഞപ്പോൾ ആ പകുതി ഭാഗത്ത് വെച്ച് ആ വർക്ക് നിന്നുപോയി, പണി നിന്നുപോയി. പിന്നെ അത് പൊതുമരാമത്തിലേക്ക് വകുപ്പിലേക്ക് വിട്ടുകൊടുത്ത് ഏറ്റെടുത്തിട്ടാണ് രണ്ടാം കട വരെ റോഡ് എത്തിക്കുന്നത്. അപ്പൊ പാലമില്ല, റോഡുണ്ട്, പാലമില്ല. ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പിന്നീട് ശ്രീ നൂറുദ്ദീൻ MLA-യുടെ നേതൃത്വത്തിൽ MLA-യുടെ അശാന്ത പരിശ്രമ ഫലം എന്ന് പറയട്ടെ, ഈ 4 പാലത്തിനുമുള്ള ഭരണാനുമതി ലഭിച്ചു. ഭരണാനുമതി ലഭിച്ചതിന് ശേഷം ഇതിന്റെ കാര്യങ്ങൾ നീക്കണം, ഫയലുകൾ നീക്കണം. ഒരു പാലത്തിന് 6-7 സെറ്റ് ഫയലുണ്ട്. അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ട്രിക്ക് ബോർഡ് ചീഫ് എഞ്ചിനീയർ, ഇങ്ങനെ ഇവിടുന്ന് പല തട്ടുകളിലായി തിരുവനന്തപുരത്തേക്കും അവിടുന്ന് അതേപോലെ ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഫയലുകൾ പുട്ടപ്പ് ചെയ്തിട്ട് വേണം കാര്യങ്ങളായി വരാൻ. അപ്പൊ ഇതിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആ ജനകീയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് എന്നെ നിയമിച്ചു. അതിന്റെ പ്രസിഡന്റ് ശ്രീ PT ബേബി മാഷായിരുന്നു, പ്ലാക്കിൽ ബേബി സാറ്. ഒരു സർവകക്ഷി കമ്മിറ്റിയായിരുന്നു. അങ്ങനെ സർവകക്ഷി കമ്മിറ്റി എടുത്ത് ഞങ്ങൾ ഇതിന്റെ വേണ്ടി യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ബേബി സാറ് അധ്യാപകനായതുകൊണ്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഞങ്ങൾ സമയം കിട്ടിയിരുന്നില്ല. യാത്ര മുഴുവൻ എന്റെ ലക്ഷ്യത്വമായിരുന്നു, ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. സാമ്പത്തികം വേണം. ഏകദേശം 2 വർഷം മുഴുവൻ പ്രവൃത്തി ദിവസങ്ങളും ഈ കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യേണ്ടി വന്നു. അന്ന് സാമ്പത്തികം സംഘടിപ്പിക്കുക, യാത്ര ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അന്ന് നമ്മുടെ നെരങ്ങമ്പാറയുള്ള നടയത്ത് ജോസഫ് എന്ന് പറയുന്ന നടയത്ത് സാറ് നല്ല സമ്പന്നനുമായിരുന്നു. ഇത് ചെയ്യാൻ സഹകരിക്കാൻ നല്ല മനസ്സുള്ള ആളുമായിരുന്നു. അദ്ദേഹം മുഴുവൻ യാത്രയ്ക്കും ഈ കാര്യങ്ങൾ നടത്താൻ ആവശ്യമായ മുഴുവൻ പൈസയും അദ്ദേഹം സംഭാവനയായി നൽകിയിട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ സഹായവും നൂറുദ്ദീന്റെ ഇടപെടലും ദൈവാനുഗ്രഹവും എല്ലാം കൂടെ ഈ 4 പാലം ഒറ്റയടിക്ക് ഒരേ ഓർഡറിൽ 4 പാലം തുക അനുവദിച്ച് ടെൻഡറായി. അങ്ങനെയാണ് ആ 4 പാലവും ഈന്തങ്കരി, നെരങ്ങമ്പാറ, വാണിയപ്പാറ, രണ്ടാം കട, ഈ 4 പാലം അയ്യങ്കുന്നിനകത്ത് നടന്ന ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനമായി. അപ്പൊ പിന്നെ ഇങ്ങോട്ട് ധാരാളം വാഹനങ്ങൾ. പിന്നീട് ആ പിന്നോക്കാവസ്ഥയൊക്കെ മാറി നല്ല സമൃദ്ധമായ ഒരു പ്രദേശമായി നമുക്ക് മാറാനിടയായി സാധിച്ചിട്ടുണ്ട്. മറ്റു പല കാര്യങ്ങളും ഈ മൊട്ടക്കുന്നുകളായി മാറിക്കൊണ്ടിരുന്ന കയ്യാല മണ്ണ് സംരക്ഷണമൊന്നുമില്ലായിരുന്നു. ആ കാലത്ത് കൃഷി ചെയ്യുന്നവർ മണ്ണ് സംരക്ഷണമൊന്നുമില്ല. മണ്ണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നീർത്തട വികസന പദ്ധതികൾ, പല സ്കീമിലുള്ള നീർത്തട പദ്ധതികൾ, വികസന പദ്ധതികൾ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ നമ്മൾ സാധാരണക്കാർ പ്രതീക്ഷിക്കാതിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിവിടെ എത്തിക്കാനും അതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രണ്ടാംകട സ്കൂള് ആദ്യം മലക്കായിരുന്നല്ലോ, കഴുതട്ടുംപാറയിൽ. അത് രണ്ടാംകടയിലേക്ക് ഇറക്കിക്കൊണ്ട് വരാനുള്ള കാരണം? അതായത് സ്കൂള് കഴുതട്ടുംപാറ ആയിരിക്കുമ്പം കുട്ടികൾ പിന്നെ ഈ ഭാഗത്ത് തുടിമരം, വാളത്തോട് പ്രദേശത്തുള്ള കുട്ടികളെ കഴുതട്ടുംപാറയിലേക്ക് സ്കൂളിൽ പോകാൻ മടിച്ചു. അവരെല്ലാം അങ്ങാടിക്കടയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾ ആവശ്യത്തിന് കുട്ടികളില്ലാത്തതുകൊണ്ട് സ്കൂളിന്റെ നിലനിൽപ്പും ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ആ സമയത്താണ് അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ആശാരിപ്പറമ്പിൽ മാത്യു ആശാരിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് അവിടുന്ന് ആ സ്കൂൾ പൊളിച്ച് ഈ പള്ളിയോട് ചേർന്ന് രണ്ടാംകട പള്ളിയോട് ചേർന്ന പള്ളിമുറ്റത്ത് സ്കൂൾ പണിയാനിടയായി. സ്കൂൾ പണിയാൻ വലിയ പൈസ ചിലവായിട്ടുണ്ട്. രണ്ടാംകട ഇടവകക്കാരെ കണ്ട് താങ്ങാൻ കഴിയില്ലായിരുന്നു. അപ്പൊ ഇടവകക്കാർ അവർക്ക് പരിചയമുള്ള അവരുടെ നാട്ടുപ്രദേശം പരിചയമുള്ള മേഖലകളിലെല്ലാം പോയി സുമനസ്സുകളായ ആളുകളുടെ സഹായം തേടി സഹായിച്ചു. ഇവിടെ കർണാടകത്തിലൊക്കെ പോയി. അന്ന് കർണാടകത്തിലൊക്കെ ധാരാളം കുരുമുളകൊക്കെ ഉള്ള സമയം. അവരൊക്കെ നല്ലപോലെ കൈ അയച്ച് സഹായിച്ചു. അങ്ങനെ പല പ്രദേശത്തും പോയി പൈസ സംഘടിപ്പിച്ച് സ്വരുക്കൂട്ടി നമുക്ക് ഇന്നത്തെ രണ്ടാംകടയിലെ LP സ്കൂൾ പണിയാൻ വേണ്ടി സാധിച്ചു. പക്ഷെ പിന്നീട് ഒരു പ്രശ്നമുണ്ടായി. ഈ LP സ്കൂള് അവിടെ നിന്ന് പൊളിച്ച് ഇവിടെ പണിയുന്ന സർക്കാരിന്റെ അനുമതിയോടെ ആയിരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ചെയ്തു. അക്കാര്യത്തിൽ അച്ഛന്റെ ആ നേതൃത്വവും അസാന്ത പരിശ്രമവും ജനങ്ങളുടെ കൂട്ടായ്മയും ഒക്കെ കൊണ്ടാണ് അത് സാധിച്ചത്.
ഈ സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള പെർമിഷൻ ഇല്ലാതെ സ്കൂൾ കെട്ടിടം വന്നതോടുകൂടി ആ സ്കൂളിന്റെ അംഗീകാരം പോയി. അധ്യാപകർക്ക് ശമ്പളമില്ലാതെ ഒരു വർഷക്കാലം 5 അധ്യാപകർ ഒരു വർഷക്കാലം ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു. അധ്യാപകർ നിരാശരായി, എല്ലാവർക്കും നിരാശയായി. വളരെ പ്രതീക്ഷയോടെ സ്കൂൾ കെട്ടിടം പണിത് ഇവിടെ പരിപാടി ക്ലാസ് ആരംഭിച്ചെങ്കിലും ശമ്പളമില്ലാത്ത ഒരു സ്ഥിതി വന്നതും വല്ലാത്ത പ്രതിസന്ധി ഉരുണ്ടു വന്നു. പിന്നീട് വന്ന വികാരിയച്ഛൻ ജോർജ് ചേലമരവച്ചൻ, അച്ഛൻ്റെ കാര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചല്ല. ആ ഘട്ടത്തിൽ ഞാനും ഇടവകയിലെ കൈക്കാരന്മാരിൽ ഒരാളായിരുന്നു. കൂടപ്പാട്ട് കുട്ടപ്പൻ, പേരക്കാട്ട് ഒച്ചേട്ടൻ, ചക്കാലക്കുന്ന് ചാക്കോച്ചേട്ടൻ, ഞങ്ങൾ 4 പേര് കൈക്കാരന്മാരാണ്. അച്ഛൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, ഒരു പിടുത്തവും കിട്ടുന്നില്ലോ. അപ്പോൾ ആ ആലോചനയിൽ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ടും അത് പ്രവർത്തിക്കാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പോയി നമ്മുടെ MLA നൂറുദ്ദീൻ സാഹിബിനെ കണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെയും വിളിച്ച് പറഞ്ഞ കാര്യങ്ങളായി ഞങ്ങൾ പലതരത്തിലുള്ള ആലോചനകളും കാര്യങ്ങളൊക്കെ നടത്തി. ഏതായാലും ഡെപ്യൂട്ടി ഡയറക്ടർ ഇവിടെ വന്ന് പരിശോധന നടത്തി സ്കൂൾ കെട്ടിടം ഫിറ്റാണെന്ന് അംഗീകരിച്ച് ആവശ്യമായ ശുപാർശ വന്നു. MLA കത്തുമായി ഞാൻ തിരുവനന്തപുരത്ത് പോയി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി E.T. മുഹമ്മദ് ബഷീർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അങ്ങനെയുള്ള ആളുകളെ കണ്ട് 3 മാസത്തിനുള്ളിൽ ഈ സ്കൂളിന് അംഗീകാരം കിട്ടി എന്നുള്ളതാണ് സംഭവം. ആ തടസ്സങ്ങൾ മാറി വളരെ ഒരു ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. അത് വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കുകയാണ്. ഇതുപോലെ പൈസ മുടക്കി കെട്ടിടം പണിതിട്ട് അനുമതി കിട്ടാതിരിക്കുന്ന സ്ഥലങ്ങൾ ഈ പഞ്ചായത്തിൽ വേറെയുണ്ട്. ഉരുപ്പുമുറ്റി ഭാഗത്ത് കെട്ടിടം പണിതു, പക്ഷേ സ്കൂളിൽ അംഗീകാരം കിട്ടിയിട്ടില്ല. നമുക്കിത് പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ജീവിതം, എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേറെ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു സംഭവമാണ്. പൊതുപ്രവർത്തന ഫലമായി എന്തൊക്കെയായിരുന്നു നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് സൗകര്യപ്രദമായ റോഡില്ലായിരുന്ന സ്ഥലത്ത് റോഡുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാന കാര്യം തന്നെയാണ്. പാലങ്ങളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വിവിധങ്ങളായിട്ടുള്ള നീർത്തട പദ്ധതികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാനുള്ളത് വൈദ്യുതീകരണമാണ്. ഈ മേഖലയിലൊന്നും വൈദ്യുതിയില്ല. അന്ന് മണ്ണെണ്ണ വിളക്കിനെ ആശ്രയിച്ചാണ് ഈ പ്രദേശവാസികളെല്ലാം കഴിഞ്ഞിരുന്നത്. കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള ഈ മേഖലയിൽ മണ്ണെണ്ണ വിളക്കിനെ ആശ്രയിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നു. വൈദ്യുതി എത്തിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ അപേക്ഷ കൊടുത്ത് എഞ്ചിനീയർമാർ വന്ന് അളന്ന് വിശദമായ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞ ആളുകളെ വിളിക്കുമ്പോൾ മിനിമം ഗ്യാരണ്ടി വെക്കാൻ തയ്യാറാവില്ല. മിനിമം ഗ്യാരണ്ടി വെച്ചാൽ വൈദ്യുതി ബില്ലിനോട് കൂടി ഈ വൈദ്യുതി എത്തിക്കാൻ വേണ്ടി വന്ന ചെലവും കൂടെ വഹിക്കണമല്ലോ. അതുകൊണ്ട് ആളുകൾ അത് മടിച്ചു നിന്ന് മിനിമം ഗ്യാരണ്ടി വെക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി വരുന്നത്. രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ യോജന എന്നാണ് പേര്, RGGVY എന്നത് സ്കീം. അത് വന്നു കഴിഞ്ഞപ്പോൾ ആ കാര്യം ഇവിടെ നടപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വന്നു. ആ പദ്ധതിയും കീഴിലാണ് ഒട്ടേറെ പ്രതിസന്ധികളുണ്ടായി. ആ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്ത് നിശ്ചയദാർഢ്യത്തോടുകൂടി ഇറങ്ങി പ്രവർത്തിച്ച് ഈ 2ാംകടവ് വാർഡിൽ മാത്രമല്ല, അയ്യങ്കുന്ന് പഞ്ചായത്തിന്റെ അട്ടിയോലി മലയായാലും പാറയ്ക്ക മലയാണെങ്കിലും വൈദ്യുതി എത്താത്ത മുഴുവൻ മേഖലകളിലും ഒരു വീട് ഒഴിയാതെ എല്ലാ വീട്ടിലും സൗജന്യമായി ഈ രാജീവ് ഗാന്ധി വൈദ്യുതീകരണ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ള ഏറ്റവും വലിയ നേട്ടമാണ്. അത് ഒരിക്കൽ പാസ്സായി. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ആണെങ്കിൽ പോലും കേരളത്തെ ഒന്ന് മാറ്റി നിർത്തിയായിരുന്നു. കാരണം മറ്റുള്ള സ്റ്റേറ്റിൽ ഒരു ഗ്രാമത്തിൽ വൈദ്യുതി എത്തിച്ചാൽ പിന്നെ അടുത്ത ഗ്രാമത്തിൽ മതി, ബാക്കിയുള്ള സ്ഥലം വിശാലമായ കൃഷി സ്ഥലങ്ങളാണ്. കേരളത്തിൽ അത് എല്ലാ സ്ഥലത്തും വീടുകളാണ്. ഓരോ മലമ്പ്രദേശത്ത് എല്ലാ സ്ഥലത്തും വീടുകളായതുകൊണ്ട് ഇത് വലിയ ചെലവേറുന്ന പദ്ധതിയാണ്ട് ഇത് ഒന്ന് ഒഴിവാക്കി. വീണ്ടും അത് നമ്മുടെ അക്കാലത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ്, കേന്ദ്ര വൈദ്യുതി മന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ, പ്രിയപ്പെട്ട സോണിയാജി ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കേരളത്തെ വീണ്ടും ഉൾപ്പെടുത്താനായിട്ട് ധാരണയാക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ഇവിടെ ആ പരിപാടി നടക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, വാണിപ്പാറ മുതൽ 2ാംകടവ് വരെ റോഡിന്റെ 2 സൈഡിലും ഇതിനാവശ്യമായ മെറ്റീരിയൽ പോസ്റ്റും ഒക്കെ കൊണ്ട് ഇറക്കി വിപുലമായ പദ്ധതി നടക്കുന്നുണ്ടാവുമല്ലോ. അല്ലെ വൈദ്യുതി
ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാതെ നിരാശരായി കഴിഞ്ഞ ജനവിഭാഗങ്ങളായിരുന്നു ഇവിടെയെല്ലാം. ആ ഭാഗത്തെല്ലാം വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു നേട്ടമായി കരുതുന്നു. അയ്യങ്കുന്നിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ പഞ്ചായത്ത് രണ്ടാംകട വാർഡിന്റെ മെമ്പറുമായിട്ട് എത്ര വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്? അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ അയ്യങ്കുന്നില് രണ്ടാംകടയിലുള്ള നേട്ടങ്ങൾ അതും കൂടി ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ 2000-ലാണ് പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആദ്യത്തെ ടൈമില് പഞ്ചായത്ത് അംഗം പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. രണ്ടാമത്തെ ടൈമിലാണ് വൈസ് പ്രസിഡന്റിലേക്ക് എത്തിയത്. ഞാൻ പഞ്ചായത്ത് അംഗമായി വരുമ്പോൾ രണ്ടാംകട വാർഡിലെ പഞ്ചായത്ത് റോഡുകളിൽ ഒരു ഇഞ്ച് ടാറിങ് പോലും നടന്നിരുന്നില്ല. ടാർ റോഡ് ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ എടൂര് രണ്ടാംകട റോഡിൽ ആ PWD റോഡ് മാത്രമേ ടാറിങ് ഉണ്ട്, മറ്റൊരു റോഡും ടാറിങ് ഇല്ലായിരുന്നു. വീതി കുറഞ്ഞ മൺ റോഡുകൾ. അതിന് മുമ്പൊക്കെ മഴക്കാലം കഴിഞ്ഞു കഴിയുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ പൈസ വെച്ചിട്ട് ആൾക്കാർ സംഘടിതമായി പൊതുപ്പണിയെടുത്ത് കിട്ടുന്ന പൈസ ചെലവിന് ഉപയോഗിച്ച് അങ്ങനെയാണ് റോഡ് ഉപയോഗിച്ചിട്ടും വേനൽക്കാലങ്ങളിൽ പൊടിയും മഴക്കാലത്ത് ചെളിയുമായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഈ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ, നമ്മുടെ വാർഡിലെ ഞാൻ പറയുന്നത്, ആ വാർഡിലെ പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ പല പല സ്കീമുകളിലായി. ത്രിതല പഞ്ചായത്തിന്റെയും മറ്റ് പലതരത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് ആ റോഡുകളെല്ലാം കിട്ടിയത്ര വീതി 6 മീറ്റർ 8 മീറ്റർ വീതിയിൽ മൺപണി ചെയ്ത് കലുങ്ങ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കലുങ്ങ് തീർക്കാൻ വേണ്ടി ആദ്യം ഒരു വലിയ നേട്ടമാണ്. അതാണ് ഒരു കാര്യം. പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ 1 കിലോമീറ്റർ റോഡ് തുടിമരം വരെ എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ത്രിതല സംവിധാനത്തിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഫണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് കിട്ടിയതിന്റെ എത്രയോ ഇരട്ടി മറ്റിതര ഫണ്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. എല്ലാ റോഡുകളും ടാർ ചെയ്യാൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ റോഡുകളും ടാർ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ കഴിഞ്ഞു. വിപുലമായ ഭാരിച്ച ഫണ്ട് വേണമല്ലോ, അത്രയും ഫണ്ട് പഞ്ചായത്തിന് കിട്ടില്ല. കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം ഫണ്ട് കൊണ്ടുവന്ന് ഈ റോഡുകളൊക്കെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് സാധിച്ചു. അങ്ങ് മണിമരുതഞ്ചാൽ അട്ടയോലി റോഡ് മുതൽ തുടിമരം കരിയിൽ പാലത്തിങ്കടവ് റോഡ് വരെ നമുക്ക് 6 മീറ്റർ വീതിയിൽ മൺപണി ചെയ്ത് അത് പൂർത്തിയാക്കാൻ അന്ന് സാധിച്ചിട്ടുണ്ട്. അതാണ് എടുത്തു പറയത്തക്കതായ ഒരു കാര്യം. പിന്നെ രണ്ടാംകടവിൽ 3 അംഗൻവാടികൾ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചു. രണ്ടാംകടവിലും മണിമരുതഞ്ചാലിലും തുടിമരത്തും അംഗൻവാടികൾ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചു. അതുപോലെ ആദിവാസി കോളനിയിൽ വയോജന വിശ്രമ ക്ഷേമ കേന്ദ്രം എന്നുകൊണ്ട് കെട്ടിടം പണിയാൻ സാധിച്ചു. പിന്നെ രണ്ടാംകടയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു സബ് സെന്റർ പണിയാൻ വേണ്ടി സാധിച്ചു. രണ്ടാംകടവ് പള്ളി സ്കൂളിന്റെ പരിസരത്ത് ആ തോട്ട് അപകട ഭീഷണി ഉണ്ടായിരുന്ന സ്ഥലത്ത് നല്ലൊരു കരിങ്കൽ ഭിത്തി നിർമ്മിച്ച് സുരക്ഷിതമാക്കാൻ സാധിച്ചു. രണ്ടാംകടവ് ഹോമിയോ ആശുപത്രിയുടെ പരിസരത്തും അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചു. വാണിയപ്പാറ ടൗൺ എടുത്തു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ കുരിശുപള്ളിയുടെ ഭാഗത്ത് തോട് കരയെടുത്തു പോകുന്ന വലിയൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അത് തടയാൻ വേണ്ടി അവിടെ ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ തോട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും വേണ്ടി സാധിച്ചു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കർണാടകത്തിലേക്കുള്ള ഒരു റോഡിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ തുടിമരത്തുനിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്ന PWD റോഡിൽ നിന്ന് 2 കിലോമീറ്റർ പോയ കർണാടക ബോർഡറിലെത്തും. ആ ബോർഡറിലെത്തിയാൽ പിന്നെ നിരപ്പ് സ്ഥലമായി. കർണാടകത്തിന്റെ ബോർഡറിലെത്തിയാൽ പിന്നെ കർണാടക ഭാഗം മുഴുവൻ നിരപ്പ് സ്ഥലങ്ങളാണ്. ഇടയ്ക്കൊരു പാലം നിർത്താൽ മതി. ആ റോഡിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായി. അന്നത്തെ MLA പ്രൊഫസർ AD മുസ്തഫ സാറും ഞാനും കൂടെ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ ഡോക്ടർ MK മുനീറിനെ കണ്ട് ഈ റോഡ് PWD ഏറ്റെടുത്ത് അഭിവൃദ്ധിപ്പെടുത്തണമെന്നുള്ള നിവേദനം കൊടുത്തു. മന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ PWD എഞ്ചിനീയർമാർ സ്ഥലത്ത് വന്ന് ആവശ്യമായ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി മുകളിലേക്ക് അയച്ചു. മുതിർന്ന എഞ്ചിനീയർമാരുടെ ഓഫീസ് ചെന്നപ്പം ഈ റോഡിന്റെ ഭാഗത്ത് വനമുള്ളത് ശ്രദ്ധയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് വനത്തിന്റെ പെർമിഷൻ ഇല്ലാതെ, കേന്ദ്ര വന മന്ത്രാലയത്തിന്റെ പെർമിഷൻ ഇല്ലാതെ കാര്യം നടക്കുകയല്ല എന്ന് അദ്ദേഹം പറഞ്ഞ് നമുക്കത് ബോധ്യപ്പെട്ടു. ആ കേന്ദ്രാനുമതിക്ക് വേണ്ടി മെനക്കെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അന്ന് റോഡില്ല, വൈദ്യുതി ഇല്ല, ഒരുപാട് ഇല്ലായ്മകൾ മാത്രം ഉണ്ടായിരുന്ന ആ സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ മുഴുവൻ സമയം മാറ്റിവെക്കേണ്ടി വന്നു. അപ്പൊ ഈ കർണാടക റോഡിന് വേണ്ടി കൂടുതൽ മെനക്കെടാൻ വേണ്ടി സാധിച്ചില്ല. അതൊരു സ്വപ്നമായിട്ട് നിലനിൽക്കുകയാണ്. അത് ലഭിക്കണമെങ്കിൽ പിന്നെ കേരളത്തിന്റെ ഭാഗത്ത് മാത്രമല്ല കർണാടകത്തിന്റെ ഭാഗത്തു നിന്നും കൂടിയുള്ള പ്രവർത്തനം ആവശ്യമാണ്. അപ്പൊ വനം വകുപ്പിന്റെ താഴെ തട്ട് മുതൽ
വനംവകുപ്പ് പ്രിൻസിപ്പൽ CCF വൈൽഡ് ലൈഫ് അദ്ദേഹം വരെ ശുപാർശയാണ്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ മുതൽ ചീഫ് സെക്രട്ടറി ശുപാർശയാണ്. ഈ നടപടിക്രമങ്ങൾ കേരളത്തിലെ പോലെ തന്നെ കർണാടകത്തിന്റെ ഭാഗത്തുനിന്നും ചെയ്താൽ ചുരമില്ലാതെ 10-30 കിലോമീറ്റർ ലാഭമുള്ള ഒരു അന്തർ സംസ്ഥാന റോഡിൽ വരും. അതാണ് ഒരു കാര്യം. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വിരാജപേട്ട വഴി വളച്ച് ചുറ്റി പോകുന്ന ആ പോക്ക് എത്രയോ കിലോമീറ്റർ ലാഭിക്കാനും എത്രയോ സമയം ലാഭിക്കാനും അപകടരഹിതമായ ഒരു ചുരമില്ലാ റോഡ് യാഥാർത്ഥ്യമാക്കാനും പറ്റും. ആ ഒരു പരിശ്രമം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഭാവിയിൽ അത് കഴിയും വിചാരിക്കും. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അതിലേക്ക് തുടർന്നും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുവാണ്. ചെറുപ്പക്കാരായിട്ടുള്ള പൊതു നന്മ ആഗ്രഹിക്കുന്ന ആളുകളുടെ അശ്രാന്ത പരിശ്രമം ആവശ്യമാണ്. വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതങ്ങനെ ഒരു സംഭവം. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം വന്യമൃഗശല്യമാണ്. ഞാൻ പഞ്ചായത്തിൽ വന്ന ആദ്യ കാലഘട്ടം തന്നെ ഇവിടെ ഒരു 10 കിലോമീറ്റർ ഈ വാർഡിൽ സോളാർ വേലി സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോളാർ വേലി സ്ഥാപിച്ചതിന് ശേഷം വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ ഒത്തിരി കുറവ് വന്നു. സമയോചിതമായി അതിൻ്റെ മെയിൻ്റനൻസും ഒന്നും നടക്കാത്തതുകൊണ്ട് അത് തുരുമ്പെടുത്ത് പോയതുകൊണ്ട് ഇപ്പം വന്യമൃഗ ശല്യം രൂക്ഷമാണ്. ആ ഒരു പ്രശ്നം കൂടെ പരിഹരിച്ചാൽ, വന്യമൃഗ ശല്യം പരിഹരിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കൃഷിക്കാർക്ക് വലിയ കുഴപ്പമില്ലാതെ മനസമാധാനത്തോടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. എന്നെ പറ്റുന്ന പോലെ ഞാൻ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. മന്ത്രിയും MLA സഹായത്തോടും മന്ത്രിയും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയും മറ്റു പൊതുപ്രവർത്തകരും ഒക്കെ ഈ കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. കൂട്ടായ പരിശ്രമം നടക്കുന്നുണ്ട്. അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നടപ്പിലായാൽ ഈ പ്രദേശത്തെ കർഷകർക്ക് വന്യമൃഗ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അയ്യങ്കുന്ന് വില്ലേജിൽ 7500 ഏക്കർ സ്ഥലം 1293 എന്ന് പറയുന്ന ഒരു സർവേ നമ്പർ പെട്ട് കിടക്കുക. അതിലുള്ള ആയിരക്കണക്കായ ആളുകൾക്ക്, കൃഷിക്കാർക്ക്, ഭൂവുടമകൾക്ക് അവരുടെ ഭൂമിയുടെ ഒരു ക്രയവിക്രയം നടക്കണമെങ്കിൽ, പട്ടയം ലഭിക്കണമെങ്കിൽ, ഭൂമി വിൽക്കണമെങ്കിൽ, വാങ്ങണമെങ്കിൽ, ലോൺ എടുക്കണമെങ്കിൽ ഒക്കെ വനം വകുപ്പിന്റെ NOC വേണം. അത് വലിയൊരു ബാലികേറാമലയാണ്. വനം വകുപ്പിന് സ്ഥലത്തിന്റെ ആവശ്യമായ രേഖകളും പ്ലാനും സ്കെച്ചും വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൂടെ അപേക്ഷ കൊടുത്താൽ വനം വകുപ്പിന്റെ സെക്ഷൻ ഓഫീസ്, റേഞ്ച് ഓഫീസ്, ഡിവിഷൻ ഓഫീസ്, ഇങ്ങനെ വിവിധങ്ങളായ ഓഫീസുകളിൽ കയറി ഇറങ്ങി ഇവരുടെ എല്ലാം പരിശോധന റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ NOC ലഭിക്കുകയുള്ളൂ. അത് ഏറെ ദുഷ്കരമാണ്. കാരണം ഒരുപാട് പൈസയുടെ ചെലവുണ്ട്, കഷ്ടപ്പാടുമുണ്ട്. ഈ പ്രശ്നത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകാൻ വേണ്ടി 92-ൽ ഈ മലയോരത്തെ ആളുകളൊക്കെ ഒരു 10,000-ഓളം ആളുകൾ ചേർന്ന് ആനപ്പന്തി സ്കൂളിൽ, പഴയ സ്കൂളിൽ MLA നൂറുദ്ദീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഈ പ്രശ്നത്തിന് പരിഹാരം തേടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ശ്രീ അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ് അതിന്റെ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറിയുമായി MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ടവരൊക്കെ ഉൾപ്പെടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഞങ്ങളന്ന് തിരുവനന്തപുരത്ത് പോയി MLAയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിയായിരിക്കുന്ന KM മാണി സാറിനെ കണ്ടു. മാണി സാറിനെ കണ്ട് ഈ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാക്കിത്തരാം, റീസർവേ നടത്തി ആ പ്രശ്നം പരിഹരിച്ചാൽ പിന്നെ ഈ പ്രശ്നം വരുന്നത്, ഈ കൂട്ടു സർവേ കിടക്കുന്നതുകൊണ്ടാണ് 1293 കൂട്ടു സർവേ കിടക്കുന്നതുകൊണ്ടാണ് ഈ NOC വേണ്ടി വരുന്നത്. റീസർവേ കഴിഞ്ഞ് ഓരോരുത്തരുടെയും പേര് സർവേ നമ്പറായാലും ആ പ്രശ്നം ഒഴിവാകും. അതിനുവേണ്ടി ശ്രമിക്കുക. മന്ത്രി ഉത്തരവിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ കളക്ടർ കൊടുക്കാൻ വേണ്ടി തന്നു വിട്ടു. ഇവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം ജില്ലാ കളക്ടറും ജില്ലയിലെ സർവേ നേതൃത്വവും പറഞ്ഞത് ഇത് നടപ്പാക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല. അങ്ങനെ കുറെ മാസങ്ങൾ അങ്ങനെ തട്ടിമുട്ടി നീങ്ങി ആലോചനകളുമായിരുന്നു. പ്രത്യേകമായിട്ടുള്ള സ്റ്റാഫിനെ അനുവദിച്ചാലേ ഈ പരിപാടി ഇവിടെ നടപ്പാക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ വീണ്ടും തിരുവനന്തപുരത്ത് പോയി റവന്യൂ കമ്മീഷൻ സെക്രട്ടറിയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സർവേ സ്റ്റാഫിനെ അനുവദിച്ചു തന്നു. 10 സർവേയർമാരെയും ഒരു ഹെഡ് സർവേറെ അനുവദിച്ചു തന്നു. അങ്ങനെ ഇവിടെ വന്ന് സർവേ ആരംഭിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് സർവേ കല്ലില്ല എന്നുള്ള പ്രശ്നം വരുന്നത്. അന്ന് റീസർവേ ആവശ്യത്തിന് കല്ല് കൊടുക്കുന്നത് കൽപ്പറ്റക്കാരൻ ഒരു പെരിയസ്വാമിയാണ്. അദ്ദേഹത്തിന് എത്ര പൈസ കിട്ടിയാലും കൽപ്പറ്റയിൽ നിന്ന് കല്ല് ഇവിടെ എത്തിച്ചു കൊടുത്താൽ മുതലാകുകയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്മാറി. ഞങ്ങളപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രദേശത്ത് കൽപ്പണി അറിയാവുന്ന ആളുകളെ കൂട്ടി ഓരോ പോക്കറ്റിലും ആവശ്യമായ കല്ല് മുറിച്ച് കല്ല് കൊടുത്തു. സർവേ ഡിപ്പാർട്ട്മെന്റിന് കല്ല് കൊടുത്ത് അങ്ങനെ റീസർവേ ആരംഭിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് വനത്തിന്റെ അതിർത്തികളിൽ തർക്കം വരുന്നത് പല ഭാഗത്തും. ഈ തർക്കം വന്ന് സർവേ അവിടെ നിർത്തി.
അതിനുശേഷം സർക്കാരിലെ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താനൊരു നിർദ്ദേശം വന്നു. വനം വകുപ്പും സർവേ റവന്യൂ വിഭാഗങ്ങൾ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ തീരുമാനമായി. ജോയിന്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുന്നില്ല, തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കുന്നില്ല. ഓരോ പോയിന്റിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമാണ്, സമയത്ത് ഇതില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയും വനം റവന്യൂ മന്ത്രിമാരെയൊക്കെ കണ്ട് ഈ കാരണം കൊണ്ട് സർവേ മുടങ്ങിപ്പോയി, അതിന് തീരുമാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പം വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ജണ്ട അനുസരിച്ച് റീസർവേ പൂർത്തിയാക്കാൻ, സർവേ നടത്താനും പൂർത്തിയാക്കാനുള്ള സർക്കാർ ഉത്തരവ്. അങ്ങനെ ഉത്തരവ് വന്ന് പരിപാടി ആരംഭിച്ചു, സർവേ തുടങ്ങി. പാലത്തുകടവ് തുടങ്ങി ആ സർവേ മുടിക്കയം പാറയ്ക്കാമല മുതൽ പ്രദേശങ്ങളിൽ പിന്നിട്ട് തുടിമരം ഏറിയ വന്നു നിൽക്കുമ്പോഴാണ് ഈ സർവേ ടീമിനെ പിൻവലിച്ച് മട്ടന്നൂർ മൂർക്കമ്പറമ്പ് വിമാനത്താവളം സർവേക്ക് വേണ്ടി മാറ്റി. അത് തീരാറായി വന്നു കഴിഞ്ഞപ്പോൾ അത് ബാരാപ്പോൾ വൈദ്യുതി പദ്ധതിക്ക് വേണ്ടിയിട്ട് സർവേക്കായിട്ട് മാറ്റി. അങ്ങനെ പതിറ്റാണ്ടുകൾ ഇതിന്റെ പുറകെ നടന്ന് പരിശ്രമിച്ചിട്ടും തുടങ്ങുന്നു, ഇട്ടേച്ച് പോകുന്നു, തുടങ്ങുന്നു, ഇട്ടേച്ച് പോകുന്നു, ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മടുത്ത് നിരാശയിലിരിക്കെ ഒരു ദിവസം ഈ കഴിഞ്ഞ ഗവൺമെന്റിലെ ഈ റവന്യൂ മന്ത്രി അയക്കുന്ന ചന്ദ്രശേഖർ സാറിനെ കാണാൻ പറ്റി. അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം തരും. അദ്ദേഹം സാഹൂർദ്ദം നമ്മുടെ വിഷമങ്ങളെല്ലാം കേട്ടു. ഇതിനുടനെ പരിഹാരം ഉണ്ടാക്കി തരാൻ കണ്ണൂർ ജില്ലയിലെ സർവേ ആരംഭിക്കുമ്പോൾ അയ്യങ്കുന്നിലെ ആദ്യമായി സർവേ ചെയ്ത് നിങ്ങൾ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 21 അയ്യങ്കുന്നിൽ റീസർവേ ആരംഭിച്ചു. അങ്ങാടിക്കടവിൽ സർവേയുടെ ക്യാമ്പ് ഓഫീസ് വരെ അങ്ങാടിക്കടവ് തുടങ്ങി പരിപാടി ആരംഭിച്ച്. അപ്പൊ എടൂര് ആ വെമ്പുഴയുടെ ഇക്കരെ ഭാഗങ്ങളിൽ സർവേ ആരംഭിച്ചിരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വന്നു. പുഴ പുറമ്പോക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും വന്ന് കുറെ ഒറ്റപ്പാടുകൾക്ക് ശേഷം ആ പ്രശ്നം പരിഹരിച്ച് അയ്യങ്കുന്നിൽ നിന്ന് വേർപെടുത്തിയ കരിക്കോട്ടക്കരി വില്ലേജിലെ സർവേ പൂർത്തീകരിച്ച് കരിക്കോട്ടക്കരി വില്ലേജിൽ പെടുന്ന ഈന്തെങ്കിലും ഉരുപ്പുംകുറ്റി ഭാഗം കൂടെ ഒഴിവാക്കി ഈ മേഖല മുഴുവൻ 1793 സർവേ നമ്പർ വരുന്ന ഭാഗങ്ങൾ മുഴുവൻ ഒഴിവാക്കി അവർ മടങ്ങി. എങ്കിലും ഇത്രയും കാലമായെങ്കിലും അതിനകത്ത് പിന്മാറി ഇതൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നിടം വരെ അതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ തീരുമാനിച്ചു. ഇറങ്ങിപ്പോയല്ലോ, കുരങ്ങ് പാമ്പിനെ പിടിച്ച പോലെ ഉണ്ട്, വിട്ടാൽ നമ്മളെ തിരിച്ചു കൊത്തുമെന്ന് പറഞ്ഞുള്ള അവസ്ഥ. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അത് പെട്ടെന്ന് റവന്യൂ വകുപ്പിലേക്കും വന്ന് ജില്ലാ കളക്ടറേറ്റിലെത്തി. കളക്ടർ മീഡിയമും ഒക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം ഇത് സർവേ ഡയറക്ടറുടെ അനുമതിക്കായിട്ട് കൊടുക്കും, അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഇത് സർവേ നടത്തി തരാമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയും അത് ഇതുപോലെ പല കത്തുകൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെയും നീണ്ടു പോകുമല്ലോ എന്നുള്ള ആശങ്ക കൊണ്ട് ഞാൻ കഴിഞ്ഞ 10-ാം തീയതി തിരുവനന്തപുരത്ത് പോയി സർവേ ഡയറക്ടറെ കാണുകയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു വളരെ പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വില്ലേജിലെ സർവേ തീർത്തിട്ട് ഉടനെ പരിപാടി ആരംഭിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന്റെ പരിപാടി ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സർവേ ഡിപ്പാർട്ട്മെന്റ്, തഹസിൽദാർ, റവന്യൂ, പഞ്ചായത്ത് എല്ലാവരും കൂടെ ചേർന്നൊരു ആലോചന നടത്തി. ചരളിലുള്ള പഞ്ചായത്തിന്റെ സാംസ്കാരിക നിലയം ഇവർക്ക് ഓഫീസിനായിട്ട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. മഴ മാറിയാൽ തുടങ്ങും. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. സർവേ നടക്കണമെങ്കിൽ ഈ ചങ്ങല വലിച്ച് ചെയ്യേണ്ട കാര്യമല്ല, ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ഡിജിറ്റൽ സർവേ നടക്കാൻ പോകുന്നു. അവർ പറഞ്ഞത് 10 ഏക്കർ സ്ഥലം അളക്കാൻ 1/2 മണിക്കൂർ മതി. ഈ സർവേർക്ക് ഇതിലെ മിഷനുമായിട്ട് പോയാൽ മതി. അപ്പൊ ജനങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ NOC പോലുള്ള ദുരിതങ്ങളുടെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ സ്ഥലത്തിന്റെ അതിരുകൾ തെളിയിക്കുകയും അവരുടെ രേഖകളും ആധാർ കോപ്പിയും കാണിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് ഈ സർവേ പൂർത്തീകരിച്ച് ഈ NOC പോലുള്ള ദുരന്തത്തിൽ ഈ മേഖലയിലെ ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും. ആ ഒരു അവസ്ഥ ഇപ്പം നിലവിലെത്തിയിട്ടുണ്ട്. അതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. 33 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു ആയുഷ്കാലം എന്ന് പറയുന്ന പോലെ ചെലവിടേണ്ടി വന്നു. അത് വിവിധ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയത് കൊണ്ടാണ് പിന്നെ പോകേണ്ടി വന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മുടെ അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളുമായിട്ടുള്ള ജോസിയുടെ ബന്ധം, അതിനെ പറ്റി ഒന്ന്. ഞാൻ 2-ാം വട്ടം പഞ്ചായത്തിൽ 2005 വരുമ്പോൾ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2 പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മേരിക്കുട്ടി സെബാസ്റ്റ്യനായിരുന്നു, പറക്കണശ്ശേരി.
അപ്പൊ പുറത്തേക്ക്, പഞ്ചായത്തിന് പുറത്തേക്ക് തിരുവനന്തപുരം പോലെയുള്ള പ്രദേശത്ത് പോകേണ്ട പ്രധാന കാര്യങ്ങൾക്കൊക്കെ മുതിർന്ന മെമ്പർ എന്നുള്ളതിനെ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. ഞാൻ ഒരു വേള തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞു, ജോസിയുടെ നമ്മുടെ അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറിക്ക് വേണ്ടി ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കുന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ MA ബേബിയാണ്. അച്യുതാനന്ദൻ ഗവൺമെന്റിൽ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് കാലെടുത്ത് വെക്കണോ പ്രസിഡന്റ് എന്ന് ചോദിച്ചു. ജോസിയേട്ടൻ അതിനായിട്ട് തിരുവനന്തപുരത്ത് പോകണ്ടല്ലോ, ഇപ്പൊ അവിടെ ഉണ്ടല്ലോ, ഏതായാലും ജനറൽപാർട്ടി കയ്യിലില്ലേ, ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറിയുടെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിവേദനം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ MA ബേബിക്ക് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ പരിശോധിക്കട്ടെ, വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് മീറ്റിങ്ങിൽ ഈ നിവേദനം കൊടുത്തതിന്റെ കോപ്പി വായിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീ മാപ്പളപറമ്പി ജോർജ്, അങ്ങാടിക്കടവ് പള്ളിയുടെ കൈക്കാരനൊക്കെയാണ്, പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹം ഈ കത്തിന്റെ പകർപ്പും എടുത്തുകൊണ്ട് അങ്ങാടിക്കടയിലെ വികാരിയച്ഛൻ കുര്യാക്കോസ് കവളക്കാട്ട് അച്ഛനെ കാണിച്ചു. അച്ഛൻ വളരെ സന്തോഷമായി. അച്ഛൻ പഞ്ചായത്തിൽ വന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തതിൽ വളരെ നന്ദി അറിയിച്ചു. ഒരു കൂടിയാലോചനയ്ക്ക് പള്ളിയിലേക്ക് ക്ഷണിച്ചു. അന്ന് പള്ളിയുടെ പാരീഷ് കൗൺസില്, സ്കൂൾ PTA, ഇടവകയിലെ വക്കീലന്മാര് ഉൾപ്പെട്ട ഒരു വിപുലമായ യോഗം ചേരുകയുണ്ടായി. ചേർന്ന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചുവടുവെപ്പ് നടത്തിയാൽ അവരെല്ലാവരും അഭിനന്ദിക്കുകയുണ്ടായി. തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുകയുണ്ടായി. അങ്ങാടിക്കടവ് സ്കൂളും അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു മാപ്പ്, ഒപ്പം പഞ്ചായത്തിന്റെ ഒരു പ്രമേയം, ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറെ എളുപ്പമായി തുടങ്ങി. ഞങ്ങൾ അക്കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടു, പരിശ്രമിച്ചു. ഇത് രണ്ടും ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അങ്ങാടിക്കടവിന്റെ വിശാലമായ മലയോര മേഖലകൾ എടുത്തു ചൂണ്ടിക്കാണിക്കുന്ന മാപ്പും ഇത് വളരെ അത്യാവശ്യമാണെന്നുള്ള പഞ്ചായത്തിന് പ്രമേയവും എല്ലാം കൂടിയായി അത് നമ്മൾ പോലും വിചാരിച്ചതിൽ വേഗത്തിൽ ആ ഹയർ സെക്കൻഡറിക്ക് അനുമതി ലഭിക്കാനിടയായെന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ എവിടെ പോകണം? അങ്ങാടിക്കടയിൽ പഠിക്കുന്ന കുട്ടികൾ എടൂരോ വെള്ളിമാനമോ പുറത്തൊക്കെ പോയി പഠിക്കണ്ടേ? ഇപ്പൊ എത്ര സൗകര്യമായി. വെടിമരത്തുള്ള പിള്ളേർക്ക് ഇവിടുന്ന് ബസ് കയറി അങ്ങാടിക്കടയിൽ പോയി പഠിക്കാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പൊതു ജീവിതത്തിൽ ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമല്ല. എനിക്ക് എൻ്റെ ഐഡിയയിൽ ഇല്ലായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഒറ്റ വിളിയാണ് അതിലേക്ക് കാലെടുത്ത് വെക്കാനിടയായി. എല്ലാം ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്ന അക്കാര്യത്തിനെല്ലാം. ഏതായാലും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ, ഇടപെടാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞ എനിക്ക് വലിയ സംതൃപ്തി നൽകിയ ഒരു കാര്യമാണ്. ഇനി ജോസിയേട്ടന് മുന്നോട്ടുള്ള പ്ലാന്? ഇനി മുന്നോട്ടുള്ള പ്ലാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഈ കർണാടക റോഡിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അതിന് കർണാടകത്തിലുള്ള പൊതുപ്രവർത്തകരും നാട്ടുകാരുമായി കൂടി ചേർന്ന് കർണാടകക്കാരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നുണ്ട്. കേരളത്തിന്റെ ഭാഗത്തൊന്നും 1 കിലോമീറ്ററേ വനത്തിന്റെ ഉള്ളൂ. അത് വനഭൂമി വിട്ടുകിട്ടാൻ വനം വകുപ്പ്, റവന്യൂ വകുപ്പുമായി ആലോചിച്ച്, കർണാടകക്കാരുമായി കൂടി ആലോചിച്ച് അതിനുള്ള പ്രവർത്തനത്തെ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ലെന്ന് എനിക്കറിയാം. ഇത് 2 വകുപ്പുകൾ, വനം വകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ ശുപാർശ കിട്ടുന്നതോടൊപ്പം തന്നെ നഷ്ടപ്പെടുന്ന വനഭൂമിക്ക് പകരം വനവൽക്കരണത്തിന് പറ്റിയ ഭൂമി കണ്ടെത്തി കൊടുക്കേണ്ട ബാധ്യതയും കൂടിയുണ്ട്. ശ്രമകരമായ ഒരു പ്രവർത്തനം നടത്തിയാൽ അത് നടപ്പിലാക്കാം. ഇന്നിപ്പം കേന്ദ്ര വന നയത്തിൽ റോഡിനും റെയിൽവേക്കും ഒക്കെ ഭൂമി വിട്ടുകൊടുക്കാൻ കുറെ അനുകൂലമായ നിയമത്തിൽ കുറെ ഇളവുകൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് എൻ്റെ മനസ്സിലെ ഒരു സ്വപ്നമാണ്. പിന്നെ രണ്ടാംകടവ് പള്ളി സ്കൂൾ പഠിക്കുന്ന അക്കരെ തെയ്യത്താങ്കുന്നിലേക്കുള്ള ഒരു പാലം, അവിടെ പട്ടികവർഗ കോളനി ഉൾപ്പെടെയുണ്ട്. ആ പാലത്തിന് പട്ടികവർഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി 1-2 വട്ടം ശ്രമിച്ചാണ് എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി കൊടുത്തതാണ്. പക്ഷേ പട്ടികവർഗ വിഭാഗം ഈ പുഴ കടന്ന് കാണുന്ന ആദ്യത്തെ 3-4 വീടുകൾ പൊതുവിഭാഗത്തിന്റെ ആയിരുന്നു. കോളനിയുടെ കുറച്ച് താഴെയല്ലേ വീട്. അവർ ആ സാങ്കേതികത്വം പറയേണ്ട അനുമതി നൽകാൻ വൈകിപ്പിച്ചു. ഇപ്പൊ നടപ്പാക്കാൻ കഴിച്ചില്ല. എനിക്ക് അക്കാര്യത്തിൽ നിരാശയുണ്ട്. അത് ഏത് വിധേനങ്ങൾ നടക്കാം. രണ്ടാംകടവിൽ ഇപ്പോൾ ഒരു മരിച്ചിറക്കം വല്ലതൊക്കെ വന്നാൽ ഒരു ബോഡി ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ നടപ്പാലത്തേക്കോട്ട് വേണ്ട വരാൻ, വാഹനം പോകുന്ന പാലമില്ലല്ലോ. അതൊന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന് പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ടൊന്നും തികയില്ല. എങ്ങനെയെങ്കിലും മറ്റ് ഇതര വകുപ്പുകളെ സംയോജിപ്പിച്ചെങ്കിലും ഒരു പാലം അവിടെ യാഥാർത്ഥ്യമാക്കുകയും കർണാടകത്തിലേക്കുള്ള റോഡിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയും, അതൊക്കെ എൻ്റെ മനസ്സിൽ ലക്ഷ്യമുണ്ട്.
വൈദ്യുത വേലിക്ക് ഫണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാകണം. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തുടർന്ന് പ്രവർത്തിച്ചാൽ കൊള്ളാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഈ തുടിമരം മേഖല നല്ല വികസനം വന്ന റോഡുകളും എല്ലാം അതിനെ കുറിച്ചൊരു പറയാം. തുടിമരം റോഡ് പഞ്ചായത്ത് റോഡായിരുന്നു. പഞ്ചായത്തിനെ കണ്ട് ഈ റോഡിൽ നിരവധി കലുങ്കുകൾ വേണമായിരുന്നു, ടാർ ചെയ്യണമായിരുന്നു. അത് പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് ഒരിക്കലും എത്തുകയല്ല, തീരെയല്ല. ആയതുകൊണ്ട് ഇത് PWDയിലേക്ക് വിട്ടുകൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും അത് ഏറ്റെടുക്കാൻ വേണ്ടി PWD സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. നമ്മുടെ MLA ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ, സണ്ണി ജോസഫിന്റെ ആത്മാർത്ഥമായ സഹകരണത്തോടു കൂടിയാണ് അത് PWDയെ ഏറ്റെടുപ്പിക്കാനും അത് ഫണ്ട് അനുവദിക്കാനും വേണ്ടി കഴിഞ്ഞു. ഏതായാലും അത് പാത്തിപ്പാറ അതിരിടുന്ന ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ് വരെ ഇപ്പം നിലവിൽ PWD റോഡാണ്. ഈ റോഡ് കുറച്ചും കൂടി അഭിവൃദ്ധിപ്പെടുത്തണമെന്നുണ്ട്. കയറ്റങ്ങൾ കുറച്ച് വളവ് നിവർത്ത് ചെയ്യണമെന്നുണ്ട്. ഇതിനു വേണ്ടി കുറെ പരിശ്രമം നടത്തുകയുണ്ടായി. MLA തന്നെ എടൂർ രണ്ടാം കടവ് റോഡ് CRF കേന്ദ്ര റോഡ് ഫണ്ട് സ്കീമിൽപ്പെടുത്താൻ വേണ്ടി എഴുതി കൊടുക്കുകയും അതിനായിട്ടുള്ള വളരെ വിപുലമായ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയൊക്കെ എടുക്കുകയുണ്ടായി. ഞാൻ ഉൾപ്പെടെ, ഞാൻ അതിൻ്റെ ചെയർമാനായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ റോഡിന് എടൂർ മുതൽ രണ്ടാം കടവ് വരെയുള്ള വാളത്തോട് സെമിത്തേരി പടിക്ക് വരെയുള്ള റോഡിന് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അത് നാഷണൽ ഹൈവേ വിഭാഗം എഞ്ചിനീയർമാരാണ് ഇത് ചെയ്യേണ്ടത്. ഞങ്ങൾ അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് അവർ വന്ന് അളവുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ആവശ്യമായ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി അയച്ചു. പക്ഷെ അതിന് ഫണ്ട് കിട്ടിയില്ല. അയച്ച കൂട്ടത്തിൽ വാരപ്പീടിയ മഞ്ഞളാമ്പുറം റോഡ് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഈ നിയോജക മണ്ഡലത്തിൽപ്പെട്ടത് തന്നെയാണ്. സണ്ണി ജോസഫ് തന്നെ എഴുതി കൊടുത്ത ആ റോഡാണ് ഈ വാരപ്പീടിയ മഞ്ഞളാമ്പുറം. പക്ഷേ അത് അനുമതി വന്നു കഴിഞ്ഞപ്പോഴത്തേന് അത് വാരപ്പീടിയ മഞ്ഞളാമ്പുറമായി. മഞ്ഞളാമ്പുറം റോഡ് ഉൾപ്പെട്ടു. ഈ എടൂർ രണ്ടാം കടവ് റോഡ് താഴെപ്പെട്ടു. അതിനകത്ത് നമുക്ക് കുറച്ച് ദുഃഖമുണ്ട്. കുറേ അധികം പരിശ്രമിച്ചിട്ട് അതിന് ഫലം കിട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥ. അങ്ങനെ ഇരിക്കവെയാണ് 2018 ആ വലിയ പ്രളയം ഉണ്ടാകുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പ്രളയ നാശനഷ്ടം സംഭവിച്ച അയ്യങ്കുന്ന് പഞ്ചായത്തിലാണ്. ഈ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി ഒരു പ്രളയം വന്നാൽ നഷ്ടപ്പെടാത്ത തരത്തിലുള്ള അന്തർദേശീയ നിലവാരത്തിലുള്ള റോഡിന്റെ ഒരു നിർദ്ദേശമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ MLA ആ റോഡ് എടൂർ മുതൽ പാലത്തങ്ങട് വരെയുള്ള റോഡ് എഴുതി കൊടുത്തു. അത് വാണിപ്പാറ വന്നിട്ട് പിന്നെ പാലത്തങ്ങടിലേക്ക് പോകാം. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം എഞ്ചിനീയേഴ്സ് വന്നിട്ട് അളവെടുപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാം കട വാളത്തോട് വരെയുള്ള റോഡിന്റെ ഭാഗം അളവെടുത്ത്, അപ്പൊ അങ്ങനെ അത് വന്നിരുന്നുവെങ്കിൽ ഇപ്പൊ വാണിപ്പാറയിൽ എത്തിയ KSTP റീബിൽഡ് കേരള റോഡ് രണ്ടാം കടയിൽ ആ കയറ്റവും കയറി ആ വാളത്തോട് ജംഗ്ഷനിൽ എത്തുമായിരുന്നു. എന്തോ അത് കപ്പിനും ചുണ്ടിനും വേണ്ടി നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ CRF റോഡും വന്നില്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വന്നില്ല. റീബിൽഡ് വന്നപ്പോഴും നമുക്ക് വാണിപ്പാറ വെച്ച് മുറിഞ്ഞ് അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പൊ ഇതിന്റെ എല്ലാം പുറകെ ഒരുപാട് നടന്ന് കഷ്ടപ്പെട്ട ആളെന്നുള്ളതിലേക്ക് എനിക്ക് അതിനകത്ത് വലിയ നിരാശയുണ്ടായി. അപ്പൊ പിന്നെ വീണ്ടും ഒരു ശ്രമം നടത്താമെന്ന് വെച്ചു. ഞങ്ങൾ ഏതാനും 2 പഞ്ചായത്ത് മെമ്പർമാരും അത്യാവശ്യം ഇവിടെ പൊളിറ്റിക്കൽ ലീഡേഴ്സുള്ള 5-10 ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനം നമ്മുടെ സണ്ണി ജോസഫ് MLAയുടെ ശുപാർശയോടുകൂടി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് കൊടുത്തു. ആ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അവർ വന്ന് പൊതുമരാമത്തിന്റെ എഞ്ചിനീയേഴ്സ് വന്ന് വാണിയപ്പാറ മുതൽ ഇങ്ങോട്ടുള്ള റോഡ് അളവെടുത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചു. 1.5 കോടിയുടെ എസ്റ്റിമേറ്റ് ആയിരുന്നു. പക്ഷെ അതിന് 2 കോടിക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ അനുമതി കിട്ടിയത്. ആ 2 കോടി രൂപ കൊണ്ടാണ് ഇപ്പോൾ രണ്ടാം കടവിൽ എത്തി നിൽക്കുന്ന റോഡ് പണി. എന്ന് വെച്ചാൽ മൺപണി, ഡ്രെയിനേജ്, കലുങ്ക മുതലായ തുറക്കും. മഴ മാറി കാലാവസ്ഥ അനുകൂലമായാൽ അത് ടാർ ചെയ്യും. ആ ടാർ പണിയുടെ പണി മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ ആ 2 കോടി കിട്ടിയാൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ റോഡിന് കൂടുതൽ ദുഷ്കരമായ കയറ്റവും വളവുമുള്ള തുടർന്ന് രണ്ടാം കടവിൽ നിന്നോട്ടുള്ള തുണിമരം ഭാഗത്തേക്കാണ്. അതിന്റെ ബാക്കി കൂടി ഉൾപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ
നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആ 1,300 ശേഷം ബാക്കിയുള്ള ക്വാർട്ടേഴ്സ് വരെയുള്ള റോഡിന് വേണ്ടി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 10 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ ഈ റോഡ് 5.5 മീറ്റർ വീതിയുള്ള മെക്കാഡം ടാറിംഗായി മാറും. അപ്പൊ ഭാവിയിലേക്ക് കർണാടകത്തിലേക്കുള്ള പോക്കും കൂടെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ മെക്കാഡം 5.5 മീറ്റർ വീതിയുള്ള മെക്കാഡം ടാറിംഗ് എന്നുള്ള ഇതിലേക്ക് വരുന്നത്. ആ എസ്റ്റിമേറ്റിന്റെ ഫണ്ട് സാങ്ഷൻ കിട്ടിയാൽ പെട്ടെന്ന് അത് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ആ ഒരു പ്രതീക്ഷയിലും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലും കൂടിയാണ് ഇപ്പോഴുള്ളത്. ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകരോടൊപ്പം നിന്ന ജോസിയേട്ടന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക്സ്.